dear students, good day. Hope you all are doing well. So in the previous class we were discussing about nutrition, the importance of it, right? And how it is, how much it is important in nursing. So today let us see how do we assess the nutritional status of a patient. For this, we have to assess 4 important factors in a patient, that is A, B, C, D. A stands for anthropometric measurement. So a nurse should collect the anthropometric measurements in order to assess a nutritional status of a patient. B stands for biochemical data. So we have to determine the biochemical data. Then C stands for clinical signs. So inspect for clinical signs of nutritional status. And the last one, D, is dietary history. So in order to assess or collect the correct nutritional status of a patient, we need to assess these 4 things. So let us see what all this stands for. First one is anthropometric measurement. It includes measuring height, weight, skin fold. What is skin fold? Skin fold എന്ന് പറഞ്ഞാൽ this is the way we assess the skin fold. ഇതൊരു skin fold caliper എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മളങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽസിലൊന്നും ഇത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ വെറുതെ വിരലുകൊണ്ട് പിൻ ചെയ്താണ് സ്കിൻ ഫോൾഡ് നോക്കുന്നത്. അതായത് അഡിക്യുവേറ്റ് ആണോ എന്നറിയാൻ വേണ്ടി എത്രമാത്രം സ്കിൻ ഫോൾഡ് ഉണ്ട്, അത് കൂടുതലാണോ, ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലാണോ കുറവാണ്, അഡിക്യുവേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്കിൻ ഫോൾഡ് മെഷർമെൻറ്റ്. ആൻഡ് ദെൻ ആം സർക്കംഫറൻസ്. Well, this is the picture for arm circumference. Usually we take the mid-arm circumference, that from this bone to this bone we measure, and the middle portion is measured to know whether it is adequate. നമ്മൾ കൂടുതലും അത് കുട്ടികളിലാണ് ചെയ്യാറുള്ളത്. കാരണം അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ ശരീരത്തിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റ് ആണോ, അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് we do the mid-arm circumference. And next one is weight circumference. So this is the way we take. നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും, നമ്മൾ പാൻറ്റൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ വേസ്റ്റ് മെഷർ ചെയ്യാറുണ്ട്. ഫ്രം ദിസ് വി ക്യാൻ അസസ് വെദർ അവർ വേസ്റ്റ് ഈസ് അഡിക്വേറ്റ്, മോർ ഓർ ലെസ്. ഓക്കെ, ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ അസസിങ് കാലറി എനർജി എക്സ്പെൻഡിച്ചർ ബാലൻസ്. അതായത് നമ്മുടെ ഇൻടേക്കും എന്താ പറയുന്നത് യൂസ് ചെയ്തതും ബാലൻസ്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മെഷർമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. The next is assess the body mass index or BMI to find out malnourishment. How it is calculated? We have a formula here. BMI is equal to weight in kilograms divided by square of height in meters. നമ്മൾ സാധാരണ നമ്മുടെ ഹൈറ്റ് നോക്കുന്നത് സെൻറ്റിമീറ്റേഴ്സിലാണ്. ഞാൻ 175 ഉണ്ട്, ഞാൻ 180 ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക 6 അടി ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. പക്ഷേ ഹിയർ we calculate the height in meters, and the normal BMI ranges from 18.5 to 24.5. ഞാൻ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ കാണിക്കാം നിങ്ങളെ. ഹിയർ if the patient's weight is 50 kgs and the height in meter is 1.5 meters, അതായത് 150 സെൻറ്റിമീറ്റർ ഹൈറ്റും 50 kg വെയിറ്റ് ഉള്ള ഒരാളുടെ BMI കാൽക്കുലേഷൻ ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു 50 divided by 1.5 the whole square is equal to 50 divided by 2.25, and the answer is 22.22. See, this is a normal range. If you get an answer between 18.5 to 24.5, that is normal BMI. If it is below 18.5, then you are malnourished, and if it is 24.5, it's above 24.5, you are facing obesity or പൊണ്ണത്തടി related issues. Okay, so നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം BMI കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ അഡിക്വേറ്റ് ആണോ നോക്കുക. നിങ്ങളുടെ BMI നോർമൽ ആണോ, അതോ നിങ്ങൾക്ക് മാൽനറിഷ്മെൻ്റ് ഉണ്ടോ, അതോ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് ഉള്ള ആളുകളാണോ, നിങ്ങൾക്ക് ഈ കാൽക്കുലേഷനിലൂടെ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബയോകെമിക്കൽ ഡേറ്റ. ബയോകെമിക്കൽ ഡേറ്റ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ ഈസ് ഹീമോഗ്ലോബിൻ ലെവൽ. ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ലാബിൽ വിട്ട് ചെയ്യുന്നതാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോട്ടീൻ വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ യുവർ റെഡ് ബ്ലഡ് സെൽസ്. അതിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് ഹീമോഗ്ലോബിൻ ക്യാരീസ് oxygen to different tissues, all the tissues, and bring back carbon dioxide to the lungs. അതാണ് ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ.
അത് റെഡ് ബ്ലഡ് സെല്ലിലുണ്ട്. അത് ഓക്സിജൻ എല്ലാവർക്കും കൊണ്ടേ കൊടുത്ത് നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോരും. അതാണ് ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് hematocrit. Have you ever heard this word, hematocrit? Okay, let us see what is it. It's actually the volume of the blood cells. Volume of red blood cells in the blood is called hematocrit. For example, if the it's usually expressed in percentage. For example, if you get if you someone says that your hematocrit is 30% or 28%, that means you have 28 or 30 milliliters of red blood cells in 100 milliliters of blood. Okay, that is hematocrit. Next is serum albumin. Are you familiar with this albumin? It's a protein. The amount of albumin in serum is called serum albumin, and this albumin is made by our liver. Okay, and it helps us to keep our blood fluid in our bloodstream so that it is not leaked to other tissues, and it also carries various substances into different parts of our body. And if there is low albumin level, we can say that we have a problem with our kidneys. Okay, and the next one is transferrin. As the name indicates, it's a protein which transfers or carries iron to different parts of our body. Iron. Okay, and next one is total leukocyte count. Leukocytes or white blood cells are the fighters in our body. ഇത് ബ്ലഡിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ് ല്യൂക്കോസൈറ്റ്സ്. അവരാണ് നമ്മുടെ ബോഡിയിലെ ഫൈറ്റേഴ്സ്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫൈറ്റേഴ്സ് ആണ് ല്യൂക്കോസൈറ്റ്സ്. നമുക്കതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഇവിടെ നിങ്ങൾ ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം അത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വാരിയേഴ്സ് ആണ് ടോട്ടൽ മീൻസ് ല്യൂക്കോസൈറ്റ്സ്. സോ അതിൻ്റെ ടോട്ടൽ കൗണ്ടാണ് നമ്മൾ ബയോകെമിക്കൽ ഡേറ്റയിൽ അസസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ്. Well, this test, creatinine clearance, is done usually to find the functioning of our kidneys. Let us see what is creatinine. It's a waste products which is produced by our muscles when they break down a compound called creatine. ക്രിയാറ്റിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ട് നമ്മുടെ മസിൽസിന്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ മസിൽസിനെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടാണ് ക്രിയാറ്റിൻ. അതിൻ്റെ മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് ക്രിയാറ്റിനിൻ. ആൻഡ് ദിസ് ക്രിയാറ്റിനിൻ ഈസ് റിമൂവ്ഡ് ഫ്രം അവർ ബോഡി ബൈ our kidneys, so it is released through the urine. So in creatinine clearance, we check the urine for the amount of creatinine which is present, and we can find the abnormalities. Okay, and next one is blood urea nitrogen level or BUN level. Urea nitrogen നമ്മുടെ ബ്ലഡിലെ വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്, അതിൻ്റെ ലെവൽ അസസ് ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡ് യൂറിയ നൈട്രജൻ. ദെൻ നെക്സ്റ്റ് ഇസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നമുക്കറിയാം ഡയബറ്റിക് ഉള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലെല്ലാവരും ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുന്നവരാണ്. ഹൈ ലെവലുണ്ട്, ലോ ലെവലുണ്ട്, നോർമൽ ലെവലുണ്ട്. ഇഫ് ഇറ്റ്സ് നോർമൽ level, that means we are okay, our nutritional status is okay. In diabetes patients it is never okay, either it is high or they go into hypoglycemia. All these type of changes can happen. Okay, the next one is cholesterol. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കൊളസ്ട്രോൾ കൂടുതലാണ്, കൊളസ്ട്രോൾ കുറവ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നൊരു സാധനമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ വളരെ ഫെമിലിയർ ആണ് കൊളസ്ട്രോൾ എന്ന വാക്കുകൊണ്ട്. ബട്ട് ലെറ്റ് us see what it is. It's a waxy substance which is present in our body, in the cells of our body. Okay, it is used by our body to make vitamins, especially vitamin D. Then it is also used by our body to make hormones, and also it helps to digest food. Okay, that is cholesterol. And the next one is lipid profile. Lipid, നമ്മൾ ഫാറ്റ് എന്ന വേർഡിന് പകരം ഉപയോഗിക്കുന്ന വേറെ ഒരു എന്താ പറയുക വേർഡാണ് ലിപ്പിഡ്. സോ ലിപ്പിഡ് പ്രൊഫൈലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സിനെയാണ് അസസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ. See here you can see the lipid profile. We assess cholesterol, triglycerides, HDL cholesterol, that is high density lipid cholesterol, low density lipid cholesterol, cholesterol HDL ratio. All these things are assessed when you learn your different
investigation done in our labs, you will be learning this also. So I am just showing this picture to tell you that what all things are assessed in a lipid profile test. This is cholesterol, triglycerides, HDL, LDL and cholesterol HDL ratio. ഇതിനകത്ത് നല്ല ലിപ്പിഡുണ്ട്, മോശം ലിപ്പിഡുണ്ട്, അതായത് നല്ല ഫാറ്റും ചീത്ത ഫാറ്റും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പിന്നീട് പഠിക്കും. സോ ദീസ് ആർ ദ biochemical assessments we do to assess the patient's nutritional status like hemoglobin, hematocrit, albumin, transferrin, TLC, creatinine, blood glucose level, cholesterol, then lipid profile, etc. Okay, then the third one is clinical signs. നമ്മുടെ ABC ലെ മൂന്നാമത്തെ clinical signs such as weakness, fatigue, pale color, loss of appetite. ഇത് നമ്മുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസിൻ്റെ ഒരു നല്ല ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ക്ലിനിക്കൽ സയൻസ്. അതായത് ക്ലിനിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏത് അസുഖത്തിനും കുറച്ച് സയൻസ് ആൻഡ് സിംറ്റംസ് കാണുമല്ലോ, ലക്ഷണങ്ങൾ കാണും. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സയൻസ് ഓഫ് പുവർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, റൈറ്റ്. വീക്ക്നെസ് ഉണ്ടാവും, നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ ആലോചിച്ചാൽ മതി. ഫറ്റീഗ് ഉണ്ടാവും, നമ്മുടെ കളർ വിളറിപ്പോവും, അതായത് നമ്മുടെ വിശപ്പേ നഷ്ടപ്പെട്ടു. സോ ദീസ് ആർ ദ ക്ലിനിക്കൽ സയൻസ് യൂഷ്വലി ഫൈൻഡ് ഇൻ പേഷ്യൻസ്. Then the fourth one, D, is dietary history and nutrition assessment. In this we ask the patient in detail about his food preferences. Patient in the food preferences, എന്ത് ഭക്ഷണം കഴിക്കാനാണ് പേഷ്യൻ്റ് ഇഷ്ടപ്പെടുന്ന, പേഷ്യൻ്റെ ലൈക്കിങ്സ്, what are the habits, what all foods are restricted in his food, then how much food he take daily, then what all vitamin supplements he is taking, and also we can inquire about any dietary problems like difficulty in chewing. വയസ്സായവർക്കൊക്കെ വരുന്ന പ്രശ്നമാണ്, ത്രോട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് swallowing problems വരും. ഹെൽത്ത് ഹിസ്റ്ററി, പേഷ്യൻറ്റിന് ന്യൂട്രീഷൻ സ്റ്റാറ്റസിന് അസസ് ചെയ്യുന്ന തരം എന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നെന്ന് അറിയാൻ നമ്മൾ ഹെൽത്ത് ഹിസ്റ്ററി എടുക്കും. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ലോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പിന്നെ ടൈപ്പ് ഓഫ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലിയിലുള്ള ആളുകൾക്ക് കൂടുതൽ നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. ജോയിൻറ്റ് ഫാമിലി ഉള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാറ്റസോടെ പൂർ ആണെങ്കിൽ ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് വിൽ ഗെറ്റ് അഫക്റ്റഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വെൽ നറിഷ്ഡ് പേഴ്സൺ. നന്നായിട്ട്, അതായത് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും നമുക്ക് ഏകദേശം അറിയാം അല്ലേ. ദേ വിൽ ഹാവ് നോർമൽ വെയ്റ്റ് ആൻഡ് ഹൈറ്റ് ഫോർ ഏജ്, ബോഡി ബിൽഡ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഏജ്. അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഹൈറ്റും വെയ്റ്റും ഉണ്ടാവും, അവരുടെ ഏജിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ്, അതായത് ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ഡെവലപ്മെൻറ്റ്സ്, അതായത് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസും സ്കിൽസും ഒക്കെ അവരുടെ ഏജിനനുസരിച്ച്. അതുപോലെ തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് ബോഡി ബിൽഡും ശരീരം അവർക്കുണ്ടായിരിക്കും. ആഡിക്വേറ്റ് ആപ്പിറ്റൈറ്റ്, പ്രോപ്പറായിട്ടുള്ള വിശപ്പുണ്ടാവും. ആൻഡ് ദേ വിൽ ബി ആക്റ്റീവ്, അലേർട്ട് ആൻഡ് ഏബിൾ ടു മെയിൻറ്റെയിൻ അഡിക്വേറ്റ് സ്പാൻ. ഒരു ആക്റ്റീവ് ആയിരിക്കും, അലേർട്ട് ആയിരിക്കും. വാട്ട് ഈസ് സ്പാൻ? അഡിക്വേറ്റ് സ്പാൻ എന്ന് വെച്ചാൽ അഡിക്വേറ്റ് ആയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ട് ഒരു പ്രായം വരെ ലെങ്ത് ഓഫ് ഹെൽത്തി പീരിയഡ് എന്നാണ് പറയുന്നത് സ്പാൻ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് പറയാം വയസ്സായിരിക്കും നമുക്ക് പല അസുഖങ്ങളും വരാം, അത് നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതുവരെ ഇഫ് ദേ കീപ്പ് എ ഹെൽത്തി status we say they maintained adequate span. Okay, then firm healthy skin and mucous membranes, അതായത് നമ്മുടെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിൻസും ഒക്കെ ഹെൽത്തി ആയിരിക്കും. ദെൻ ഇറക്റ്റ് പോസ്ചർ വിത്ത് സ്ട്രെയിറ്റ് ആംസ് ആൻഡ് ലെഗ്സ്, അത് നട്ടിൽ നിവർന്നിരിക്കും എന്നാണ് പറയുന്നത് ഇറക്റ്റ് പോസ്ചർ. ദെൻ ആംസ് ലെഗ്സ് ഒക്കെ സ്ട്രെയിറ്റ് ആയിരിക്കും. ദെൻ വെൽ ഡെവലപ്ഡ് മസിൽസ് വിത്തൗട്ട് എക്സസ് ബോഡി ഫാറ്റ്, അതായത് ആവശ്യമില്ലാത്ത ഫാറ്റ് ഡെപ്പോസിഷൻ ഒന്നുമല്ല, ബട്ട് ദെയർ മസിൽസ് ആർ വെൽ ഡെവലപ്ഡ്. ഓക്കെ, ദെൻ നോർമൽ സ്കെഡ്യൂൾ ഓഫ് ടൂത്ത് ഇറപ്ഷൻ ആൻഡ് ഹെൽത്തി ടീത്ത് ആൻഡ് ഗംസ്, അതായത് നമുക്കറിയാം 6 മാസം കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് പല്ല് മുളയ്ക്കുന്നതാണ്. ടൂത്ത് ഇറപ്ഷൻ എന്ന് വെച്ചാൽ പല്ല് മുളയ്ക്കുന്നതാണ്. പിന്നെ ഹോൾ ലൈഫ് ദെയർ ടീത്ത് ആൻഡ് ഗംസ് ആർ ഹെൽത്തി. ദെൻ നോർമൽ എലിമിനേഷൻ പാറ്റേൺ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാറ്റേൺ മാത്രമല്ല എലിമിനേഷൻ്റെ പാറ്റേൺ നോർമൽ ആയിരിക്കും. ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് പീപ്പിൾ. ദെൻ സ്ലീപ്പ് പാറ്റേൺ ഇസ് നോർമൽ, ദേ ഗെറ്റ് ഗുഡ് സ്ലീപ്പ്. ദെൻ നോർമൽ ബയോകെമിക്കൽ വാല്യൂസ് നമ്മളിപ്പോൾ കുറേ ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടായിരുന്നു, അത് എല്ലാം നോർമൽ ആയിരിക്കും. ദെൻ ആബ്സെൻസ് ഓഫ് ഡയറ്റ് റിലേറ്റഡ് അബ്നോർമാലിറ്റി, അവർക്ക് ഭക്ഷണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടായിരിക്കില്ല. സോ ദീസ് ആർ ദ characteristics of a well nourished or normally nourished person. So അതിൻ്റെ ഓപ്പോസിറ്റും കാണുമല്ലോ. Let us see signs of poor nutrition. Let us see hair, മുടി തിൻ ആയിരിക്കും, കൊവാസ് ആയിരിക്കും, ലാക്കിംഗ് ലസ്റ്റർ ആൻഡ് ബ്രേക്സ് ഈസിലി. കൊവാസ് ജട പിടിച്ച് കിടക്കുന്ന മുടി, ലാക്കിംഗ് ലസ്റ്റർ തിളക്കമൊന്നുമില്ലാത്ത റഫായിട്ടുള്ള മുടിയായിരിക്കും, വളരെ വേഗം പൊട്ടിപ്പോകുന്ന വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലായിരിക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കാത്തവരുടെ മുടി.
അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഹെയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക വെദർ യുവർ ന്യൂട്രീഷൻ ഈസ് അഡിക്വേറ്റ് ഓർ നോട്ട്. നെക്സ്റ്റ് സ്കിൻ. There will be excessive bruising, bleeding, pressure sores or poor wound healing. If your nutrition is not adequate, your skin will show the symptoms. പെട്ടെന്ന് ചതയും, പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുകയും, പിന്നെ വിത്ത് നോ ടൈം പ്രഷർ സോഴ്സ്, അതായത് നമ്മുടെ ബോഡിയിൽ ബോണി പ്രോബ്ലംസൊക്കെ ഒത്തിരി നേരം ഒരേ പൊസിഷനിലൊക്കെ കിടന്നാൽ അൾസർ പോലെ വരും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഹൈജീനിക് പ്രാക്ടീസസിൽ പ്രഷർ സോഴ്സ് പഠിക്കാനുണ്ട്. ദെൻ മുറിവുകളൊക്കെ വന്നിട്ടുണ്ട്, അത് ഹീലാവാൻ ഒത്തിരി സമയമെടുക്കും. ഇതൊക്കെ poor ന്യൂട്രീഷൻ്റെ സയൻസ് ആണ്. ദെൻ മസിൽസ്, അതിൽ ബി വേസ്റ്റിംഗ് ഓഫ് മസിൽ, ദർ ബി ലാക്ക് ഓഫ് ഗ്രോത്ത്, വളർച്ച കുറയും. വേസ്റ്റിംഗ് ഓഫ് മസിൽ എന്ന് വെച്ചാൽ നമുക്കൊരു പടം കാണാം, ഇവിടെ കണ്ടോ, സാധാരണ ഇങ്ങനെയാണ് ഒരാളുടെ ശരീരം ഇരിക്കുന്നത്, കയ്യിലെ മസിൽസൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് എമൗണ്ട് ഓഫ് മസിൽ ഇസ് ഡിക്രീസ്ഡ് അല്ല, ഇവിടെ മസിൽസ് ഒന്നും കാണാൻ പോലുമില്ല. ദിസ് ഈസ് കോൾഡ് മസിൽ വേസ്റ്റിംഗ്. ഓക്കെ. ദെൻ വെൽ ബി പുവർ പോസ്റ്റർ, അതായത് ഇറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ജോയിൻസിനൊക്കെ വേദനയായിരിക്കും. കാല് ബൗഡ് ലെഗ്സ്, അതായത് വളഞ്ഞിരിക്കും. ദെൻ ബോൺ ഫ്രാക്ചറിൻ്റെ ഇൻസിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും പുവർ ന്യൂട്രീഷനുള്ള ആളുകൾക്ക്. പിന്നെ മെൻറ്റൽ പ്രോബ്ലംസ് ലൈക്ക് കൺഫ്യൂഷൻ ആൻഡ് മോട്ടോർ വീക്ക്നെസ്. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്കൊക്കെ വരാറുള്ളതാണ്. മോട്ടോർ വീക്ക്നെസ് എന്ന് വെച്ചാൽ പുവർ ആക്ടിവിറ്റി ലെവൽ, സാധാരണയുള്ള ആക്ടിവിറ്റി ലെവലിൽ നിന്ന് വളരെയേറെ ഡിക്രീസ്ഡ് ആയിരിക്കും മോട്ടോർ ഫങ്ഷൻ ഓഫ് എ പേഴ്സൺ ഇൻ കേസ് ഓഫ് പുവർ ന്യൂട്രീഷൻ. So naturally there will be some factors which affect the nutritional intake. Nutritional intake രണ്ട് രീതിയിലാവാം അല്ലേ, either decreased food intake or increased food intake. Let us see first the decreased food intake, which is more dangerous, and the reasons are anorexia. നമ്മൾ പഠിച്ചതാണ് അനോറക്സിയ എന്താണെന്ന്, വിശപ്പില്ലായ്മയാണ്. സെക്കൻഡ് വൺ സൈക്കോളജിക്കൽ കോസസ് സച്ച് ആസ് പെയിൻ, ഫിയർ, ആങ്സൈറ്റി, ഡിപ്രഷൻ. ഇതിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കാണെങ്കിലും ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല അല്ലേ. ദെൻ ഇമ്പയർഡ് എബിലിറ്റി ടു സ്മെൽ ആൻഡ് ടേസ്റ്റ്, നമുക്ക് അത് പ്രത്യേകിച്ച് ഓൾഡ് ഏജിലാണ് കാണുന്നത്. ഇപ്പോൾ കൊറോണ വന്ന ആളുകൾക്കും കാണുന്നു എന്ന് പറയുന്നത്, നമുക്ക് ഫുഡിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റത്തില്ല, വായിൽ വെച്ച ടേസ്റ്റ് ഒന്നുമില്ല. പനി വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല, അതപ്പോൾ നമ്മൾ കഴിക്കത്തില്ല. ദെൻ സെക്കൻഡറി എഫക്ട് ടു ഡ്രഗ് തെറാപ്പി ഓർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ എസ്പെഷ്യലി കീമോതെറാപ്പി ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തോടൊരു ടേസ്റ്റും ഉണ്ടാകത്തില്ല, അവർക്ക് വൊമിറ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ കുറേ റീസൺസ് കൊണ്ട് ദേ മേ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ഫുഡ് പ്രോപ്പർലി. ദെൻ ഡിഫിക്കൽറ്റി ഇൻ ചൂയിങ് ആൻഡ് സാലോയിങ്, പല്ലിന് പ്രശ്നമുള്ളവർക്ക്, ത്രോട്ടിൽ പ്രോബ്ലം ഉള്ളവർ, അല്ലെങ്കിൽ വയസ്സായവർക്ക് ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ദെൻ ക്രോണിക് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ പ്രോബ്ലംസ്, അൾസറിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ സർജറീസ് ഒക്കെ ചെയ്ത ആളുകൾക്ക് ഫുഡ് ഇൻടേക്കിൽ കുറവ് വരാം. ദെൻ ലാക്ക് ഓഫ് മണി ഓർ പോവർട്ടി, അതായത് എന്താ പറയുക, ദാരിദ്ര്യമുള്ള ആളുകൾക്ക്, അവർക്ക് പൈസ ഇല്ല, ദേ കനോട്ട് ഗെറ്റ് ഇനഫ് ഫുഡ്, സോ ദർ ഇസ് ലെസ് ഇൻടേക്ക്. ദെൻ ബിലീഫ്സ്, ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ചില വിശ്വാസങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ദർ ഇസ് ചാൻസ് ഓഫ് ലെസ് ഫുഡ് ഇൻടേക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജെയിൻസ് ദേ ഡോണ്ട് ഈറ്റ് ഓനിയൻ. അപ്പോൾ അവരെന്താ ചെയ്യുക, പല വേറെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒനിയൻ ചേർക്കാത്ത ഫുഡ് കിട്ടാൻ വലിയ പാടാണല്ലേ. അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ഒനിയൻ കഴിക്കുന്ന പാപമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ദേ റിമെയിൻ അബ്സ്റ്റെയിൻ ഫ്രം ഫുഡ്, അവർ കഴിക്കത്തില്ല. സോ ദർ വിൽ ബി ഡിക്രീസ്ഡ് ഫുഡ് ഇൻടേക്ക്. ദെൻ ബ്യൂട്ടി കോൺഷ്യസ്നസ്, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഉള്ളതാണ്. ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ച് പോകും. കഴിച്ച് നിങ്ങളുടെ സീനിയറിലൊരു കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തപ്പോൾ ഞാൻ എന്താണോ കഴിക്കാതെ പറഞ്ഞു, മാഡം എനിക്ക് ഭയങ്കര വണ്ണമാണ്, ചില ഭാഗങ്ങളിലൊക്കെ ഭയങ്കര വണ്ണം, അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ബ്യൂട്ടി കോൺഷ്യസ്നസ്. Okay, these are the reasons for decreased food intake. And let us see increased food intake. That is also a big trouble. Increased appetite can be normal in children and adolescents during period of growth. അത് നോർമലാണ്. അഡോളസെൻസും പിള്ളേർക്കൊക്കെ എപ്പോഴും അവർക്ക് ഭയങ്കരമായിട്ട് ദഹനം എന്നുണ്ട്, അവർക്ക് വളരുന്ന പ്രായമാണ്, they need extra food. In some cases an increase in appetite can be a sign of abnormal conditions such as diabetes. Diabetes ഉള്ള ആളുകൾക്ക് ഭയങ്കര ഫുഡ് ക്രേവിങ്സ് ആയിരിക്കും, അതായത് ഭയങ്കര വിശപ്പായിരിക്കും. ദെൻ ഹൈപ്പർ തൈറോയിഡിസം, നിങ്ങൾ തൈറോയിഡ് ഹോർമോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയിലിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ്. ദിസ് ഈസ് തൈറോയിഡ് ഗ്ലാൻഡ്. എൻ്റെ വലുപ്പത്തിലുള്ള പോർഷനാണിത്. ഇത് കണ്ടോ, ആൺകുട്ടികൾക്ക് അറിയായിരിക്കും, ദേ ഹാവ് ആഡംസ് ആപ്പിൾ. ആഡംസ് ആണെന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ ഇങ്ങനെ ആണുങ്ങൾക്കാണ് മെയിനായിട്ട് തള്ളി നിൽക്കുന്ന ഒരു എല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ വിളിക്കുന്ന പേരാണ് ആഡംസ് ആപ്പിൾ. അതിൻ്റെ ജസ്റ്റ് താഴെ ഇരിക്കുന്ന ഈ സ്ട്രക്ചറാണ്, ഈ ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോയിഡ് ഹോർമോൺസ്. ഓക്കെ, നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് കണ്ടു. ഇറ്റ് പ്രൊഡ്യൂസസ് തൈറോയിഡ് ഹോർമോൺസ്.
And these hormones are very important in our body. It helps in the metabolism as well as growth and development of our body. And it also regulates many body functions. And when the thyroid gland produces excessive hormone, which adversely affect our body functions, and this condition is called hyperthyroidism. And Graves' disease is the main cause of hyperthyroidism. There are many reasons we may have hyperthyroidism, but one of the important causes Graves' disease. This is an immune system disorder. നമ്മുടെ immunity affect ചെയ്യുന്ന ഒരു disease ആണ്. അത് മെയിൻ ആയിട്ട് അതിൻ്റെ adverse effects വരുന്നത് thyroid hormoneലാണ്. So that the thyroid hormone starts producing thyroid hormones excessively. Okay. Then next is increased food intake can also be observed in certain emotional psychiatric conditions and as a response to stress, anxiety or depression. അപ്പം സൈക്യാട്രിക് ഡിസീസസിൽ നമുക്ക് പലപ്പോഴും എക്സസീവ് ഫുഡ് ഇൻടേക്ക് കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലോ ആങ്സൈറ്റിയിലോ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലാണ്, അൺനോവിങ്ലി നമ്മൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഒരു ദിവസം ഭയങ്കര ടെൻഷനായിട്ട് വന്നിട്ട് ഒരു പ്ലേറ്റ് ഭക്ഷണം ഓർക്കാതെ, സാധാരണ അതിൻ്റെ പകുതി പോലും കഴിക്കാത്ത ഞാൻ മുഴുവൻ വല്ലാത്തൊരു ടെൻഷനിൽ വന്നിട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും ഫുഡ് എങ്ങനെ അകത്താക്കുന്നത്, പിന്നീട് അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. സോ ദിസ് ഇറ്റ്സ് എ നോർമൽ റെസ്പോൺസ് ടു സ്ട്രെസ്, ആങ്സൈറ്റി ഓർ depression. Then episodes of hypoglycemia can increase appetite. തുടർച്ചയായിട്ട് നമുക്ക് ബോഡിയിൽ ഷുഗർ കുറയുന്നതുണ്ടെങ്കിൽ it can also cause increased appetite. And also some drugs, when we eat some drugs, it can increase our hunger. And if you eat excessive food, the dangerous thing is that you may go into obesity. Obesity എന്ന് വെച്ചാൽ പൊണ്ണത്തടി. Okay, so these are the reasons for increased food intake. Okay, let us see meeting nutritional needs. Let us come to meeting nutritional needs of patients. That is a main and important role of a nurse. We have some principles to keep in mind while meeting the nutritional needs of the patients. First one, all body cells need adequate intake of nutrients. Without food, physiological function may be impaired. So each and every single cell in our body needs food. So we have to keep that in our mind. So if we don't give adequate food to our body, the function may get impaired. Second one, nutrients important for the maintenance of health are carbohydrates, proteins, fat, vitamins and minerals. And water is important for maintaining the balance of body fluids. So these are the most important things we need when we plan our diet. We need carbohydrates, proteins and fats in a balanced amount, and vitamins and minerals they need in very minute amount, but they are vital for our body. And water is another important factor to maintain the balance of body fluids. And the third principle is nutritional requirement varies in various individuals. It depends upon the growth, age, activity level, climate, emotional status, illness, pregnancy, etc. So we have to plan accordingly. According to the individual needs, we have to plan the nutrition of our patient. Those as there are different things which change the nutritional requirement of patients according to age, growth, activity level. Like if you are in a fast growing stage, you need more food. If you are youngster, you need more food. But in old age people, it is less amount is needed. And if you are a highly active person, you need more nutrition. And climate also affect. In hot climate we don't eat much, but in cold climate we need more food. And if we are emotionally disturbed, our nutritional intake also changes. And in illnesses there is chance of decrease or increase intake of food. And pregnancy, of course we need more food, so we have to provide food for 2 persons. Okay, and the fourth principle, hunger, taste and safety are the nature's first defense against malnutrition. നമ്മൾ malnourished ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതി തന്നേക്കുന്നതാണ് വിശപ്പും ദാഹവും. ഓക്കെ, പിന്നെ നീഡ് ഫോർ സേഫ്റ്റി. Then the fifth point is, or fifth principle is, psychosocial and cultural factors also influence the selection of food and patterns of behavior associated with eating. In our field, we have to be very aware of this principle because we get different persons from different psychosocial and cultural backgrounds. Their food habits are also different. They may prefer to select food on themselves. So we have to give importance to all these factors while selecting food for a patient. Right? So these are the 5 principles of meeting nutritional needs.
So next is the most important one. Let us see what are the nurse's responsibilities while providing food to a patient. Let us see. Consider patient's preference as much as possible. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുകയല്ല ചെയ്യേണ്ട, പേഷ്യൻറ്റിന് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കണം. ഇഫ് പോസിബിൾ, അത് സാധ്യമാണെങ്കിൽ മാത്രം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് അവൈലബിൾ ഉള്ളെങ്കിൽ, ആൻഡ് ഇഫ് ദ പേഷ്യൻറ്റ് ഇസ് നോട്ട് റിച്ച്, the patient is poor and only some foods are only available in the hospital, this is not possible. So patient has to adjust with whatever is available. Second one is encourage and help to select menu. അതിനും ഇവിടെ ഒരു പോസിബിൾ കൊടുക്കാൻ നമുക്കല്ലേ. നമുക്കറിയാം, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പം നമുക്ക് ഒരു മെനു ഒന്നും ഇല്ല. അവിടെ ഉള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ വരുന്ന പേഷ്യൻസ് അങ്ങനെയുള്ള ആളുകളാണ്. എന്ത് ഫുഡ് കിട്ടിയാലും ദേ ആർ ഹാപ്പി, റൈറ്റ്? സോ if a menu is available, encourage the patient to select his own menu and assist them. And the third one, feed or assist the patient as necessary. നമുക്ക് അസിസ്റ്റൻസ് വേണ്ട പേഷ്യൻസിനാണെങ്കിൽ assist them to eat. If they need complete feeding, we have to feed them, and if the patient is free, let them take food themselves. We don't have to assist them. Then discuss the advantages of the diet. പലപ്പോഴും പല പേഷ്യൻസും ഫുഡ് എടുക്കാൻ റിലക്റ്റൻസ് കാണിക്കുക. At that time we have to discuss with them what are the advantages of taking a proper diet. Then if there is any special need, inform the dietitian. If the patient's diet which is prescribed is inadequate, or if the patient needs some assistance or needs some different types of food, like chew ചെയ്യാൻ പറ്റാത്തല്ലാത്ത പേഷ്യൻറ്റിന് സെമി സോളിഡ് ആയിട്ട് കൊടുക്കണം, അല്ലേ? ചവയ്ക്കേണ്ടാത്തത്, സോളോങ് ഡിഫിക്കറ്റ് ഉള്ള പേഷ്യൻ്റ് അങ്ങനത്തെ ഫുഡ് കൊടുക്കണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ we have to inform the dietitian. Next one is make modifications in diet as necessary. ഇപ്പോൾ പേഷ്യൻ്റ് ഒരു കാര്യം ഇഷ്ടമില്ല, വേറൊരു കാര്യമാണ് ഇഷ്ടമെങ്കിൽ we can make modifications as per the nutritional value. Then encourage presence of family members at meal time. അല്ലേ, നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല, വീട്ടിലെ ആളുകളുണ്ടെങ്കിൽ ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ we are happy to eat. അപ്പോൾ കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഇഷ്ടമുള്ള ഒരാൾ വന്നിട്ട് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ they may eat the food. So encourage the presence of family members. And the last one is ambulatory patients may go to the dining hall and can eat together. അപ്പം പേഷ്യൻസിന് അതിന് നമ്മൾ അവരുടെ ഓട്ടോണമിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. എനിക്ക് തന്നെ ഡൈനിങ് ഹാളിൽ പോയി കഴിക്കാൻ പറ്റുമല്ലോ, പിന്നെ എന്തിനാണ് റെസിസ്റ്റൻസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ടു ഡൈനിങ് ഹാൾ ആൻഡ് ഈറ്റ് വിത്ത് അതേഴ്സ്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇഫ് ദ പേഷ്യൻസ് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ആംബുലേറ്ററി ആൻഡ് ഇഫ് ഇറ്റ് ഇസ് സേഫ് ടു ഈറ്റ് വിത്ത് അതേഴ്സ്, ഇപ്പം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, അല്ലേ? സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു ന്യൂട്രീഷനെ കുറിച്ച്, അപ് ടു നഴ്സസ് റെസ്പോൺസിബിലിറ്റീസ്. സോ അറ്റൻഡ് യുവർ ക്ലാസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഓക്കെ, so take care. Thank you.